എന്താ ചോദിച്ചു? ഏതാണ്ട് ഈ ഒരു സൈസ് ജീവി വന്ന് കണ്ടോ, ഏതാണ്ട് ഒരു ജീവിത എല്ലാം അങ്ങ് നീര് ഊറ്റി കുടിക്കുന്ന കണ്ടോ, കണ്ടോ? ഇത് നീരൂറ്റി കഴിയുമ്പോ കുടിച്ചു കഴിയുമ്പോ വെള്ളീച്ച പോലെ ഒരു ജീവിയാ അത്. വെള്ളീച്ച അല്ല, അത് വേറെ ഏതാണ്ട്. അതേലും ഉണ്ട്. ഇപ്പൊ എന്താ ചെയ്യാൻ പോവാ? ഇതിനെ ഒരു മരുന്നുണ്ടാക്കാം നമുക്ക്. ഇച്ചിരി വേപ്പല എടുക്കാം. എന്തായാലും ഇങ്ങനെ ഒരു ചെടി വെച്ചതുകൊണ്ട് ഇവിടെ കുറച്ചുണ്ട്. അളവ് പറയണേ. ഒരു 3 തണ്ട് മതി. മതിയോ? തികയോ? മതി. വേപ്പ് വാ, ഞാൻ അരച്ചേ കേട്ടോ. ഇത് മതിയല്ലോ അല്ലേ? നമ്മളതിങ്ങനെ ഒന്ന് അരിച്ചെടുത്തു. വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തട്ടി കൊടുക്കും. ഞാൻ ഇനി ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. മതിയല്ലോ? മതി. ഓക്കെ അല്ലേ. ഇനി എന്തു ഇതിൻ്റെ അടുത്ത മിശ്രിതം? അടുത്തത് ഇനി അതിൻ്റെ അകത്തോട്ട് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ കിട്ടോ? മതിയോ? അത് മതിയോ? ഇത് മതി. മതിയോ? ബേക്കിംഗ് സോഡ കണ്ടിടും. അടുത്തത് ഡിഷ് വാഷിംഗ് ലിക്വിഡ്. അതെ, 2 തുള്ളി കേട്ടോ. അടുത്തത് വിനാഗിരി, ഒരടപ്പ്. എങ്ങോട്ട് പോകാൻ പോകുന്നു? മഴ വരുന്നു. മഴ വരുന്നു. ഒരടപ്പ് മതിയോ? ഇതാണ്ട് ഇത് പതഞ്ഞു വരുന്നതാ. അതാ. ഇതെന്തോ ഇനിയിപ്പം ഇതിങ്ങനെ തന്നെ അടിക്കുവോ? അല്ല, ഇനിയിപ്പം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചത് ഒന്നും കൂടെ മിക്സ് ചെയ്യും. ഇതിപ്പോ ഇതിനകത്ത് എന്തുമാത്രം വെള്ളം ഒഴിക്കണം? ഇനി ഒരു 250 ml വെള്ളവും. ഇത് കാണത്തില്ലേ? ഇത് കാണും. ഒരു 1/4 ലിറ്റർ കാണും. മതിയോ? മതി. ആണല്ലോ. ഇതിനെ ഇങ്ങനെ തന്നെ ഒഴിക്കാവോ? അല്ലല്ല, നമ്മളെ ഏത് സ്പ്രേ ബോട്ടിൽ എടുത്താലും അതിന്റെ പകുതി ഒഴിക്കുക. ആ പകുതി ഒഴിച്ചേച്ച് ബാക്കി മൊത്തം വെള്ളം നിറയ്ക്കുക. ഇതിന്റെ അകത്ത് ഇനിയും വെള്ളം നിറയ്ക്കണം. ശരി, വെള്ളം നിറച്ച് എടുത്തോണ്ട് ഞാൻ ഇത്രയും വെള്ളം നിറച്ചോണ്ട് വരാം. ഓക്കെ. ഞാൻ നിറച്ചു തരാം. ഇതിനകത്ത് ഞാൻ അത്രയും കൂടെ വെള്ളം ഒഴിച്ചു. ഇത്ര മതിയല്ലോ കലക്കി. ഇനി എന്തോ ചെയ്യുന്നത്? ഇനിയും ഇതാ ചെടിയിലെല്ലാം കൊണ്ട് ഒഴിച്ചാൽ മതി. ഇതിലെല്ലാം ഒന്ന് അടിച്ചാൽ മതി. ഇത് കണ്ടോ, ഇതിലെല്ലാം ഉണ്ട്. ഇതിലെല്ലാം കണ്ടില്ലായിരുന്നു? ഉണ്ട്. ഇതിലെല്ലാം ഉണ്ട്. ഇതാണ്ട് ഈ ഫ്രൂട്ട്സ് മരത്തേലും എല്ലാം അടിക്കാം. ഇതിലെല്ലാം അതിൻ്റെ കൂടെ താണ്ട് മുഞ്ഞയ്ക്ക്, വെള്ളീച്ച, ഇതുപോലുള്ള ഇത് കണ്ടോ, അത് നിറച്ചുണ്ട്. ഇതിനെല്ലാം അടിക്കാം. വെള്ളീച്ച പോലത്തെ എന്തോ ഒരു സാധനം. ഓക്കെ. ഉറുമ്പുണ്ടോ? ഇതിൽ ഉറുമ്പുണ്ട്. ഉറുമ്പ് കയറാതെ നോക്കിക്കോണം കേട്ടോ. ഉറുമ്പ് കയറാതെ നോക്കിയില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മുഞ്ഞ എല്ലാവരും പറയും മുഞ്ഞ ഉള്ളിടത്ത് ഉറുമ്പ് വന്നാൽ മുഞ്ഞ അങ്ങ് പോയിക്കോളും. മുഞ്ഞ പോകത്തില്ല. ഉറുമ്പ് കയറി വരുന്നത് മുഞ്ഞ ഇരുന്ന് നീരൂറ്റുമ്പോൾ അവിടെ നിന്ന് ഉറുമ്പിനും നീര് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉറുമ്പ് കയറി വരുന്നത്. അപ്പോൾ ഉറുമ്പ് മരത്തിൽ കയറാതിരിക്കാൻ ആദ്യം ശ്രദ്ധിച്ചോണം. ചാമ്പയുടെ പ്രശ്നം കണ്ടോ? ചാമ്പ മുഴുവൻ ഉറുമ്പായിരിക്കും. ഉറുമ്പ് വന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഈ കായ അങ്ങ് തിന്നാൻ തുടങ്ങും കുറേശ്ശെ. അതുകൊണ്ട് ഇതൊരു രണ്ടാമതൊരു സീസണാണ്. ഇപ്പോൾ സമ്മറിലൊരു സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. നിറച്ച് ഇതേലങ്ങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മഴയില്ലാത്തത് കൊണ്ട് പൊഴിഞ്ഞു പോകും, നിൽക്കത്തില്ല. എങ്കിൽ ഞാൻ ഉറുമ്പുള്ളിടത്തൊക്കെ ഒന്ന് അടിച്ച് വാങ്ങിക്കേക്കാം. നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും പോകും. ഇതിപ്പോൾ എല്ലാത്തിനും പറ്റും കേട്ടോ. ഇതിന് തന്നെ അല്ല, പച്ചക്കറി ഉണ്ടെങ്കിൽ പച്ചക്കറിക്ക് അടിക്കാം. തക്കാളിയൊക്കെ വീട്ടിലുണ്ടാവില്ല. ചെടികൾക്ക്, പൂക്കൾ, റോസ്, ഇതിനെല്ലാം അടിക്കാം. എല്ലാത്തിനും അടിക്കാം, ഒരു പ്രശ്നങ്ങളുമില്ല. ഇതെല്ലാം ഇതിനകത്ത് വരുന്നത് ഈ ചൂട് വല്ലാതെ കൂടുമ്പോൾ ഒരുപാട് കീടങ്ങൾ വരും. നമുക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവിക്കുന്നുള്ളൂ ഇതിനകത്ത്. അതെ, ചിലപ്പോൾ ഇതിനും ഈ ചൂടാകുമ്പോൾ ഒന്നും തിന്നാൻ കിട്ടത്തില്ലായിരിക്കും. അന്നേരം അതുകൊണ്ടായിരിക്കും അത് ഇതിനോട്ട് വരുന്നത്. അങ്ങനെ അന്ന് വിചാരിക്കാം. നമ്മളൊന്നും ഇല്ലെങ്കിലും നമ്മൾ വിചാരിച്ചോണം ഇതിലെല്ലാം ഇങ്ങനെയുള്ള കീടങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചോണം എപ്പോഴും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വിവരങ്ങൾ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇത് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബൈ.